അവധിക്കാലത്ത് നമുക്ക് വായനപ്പുര ഒരുക്കിയാലോ? പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന കാലമാണ്. അധിക വായനയ്ക്കു പറ്റിയ വസന്തകാലമാണ് ഈ അവധിക്കാലം. അവധിക്കാലം നമുക്ക് വായനയുടേതാക്കാം. വീട്ടുമുറ്റത്തെ മരത്തണലിലോ നമുക്ക് വായനാലയം പണിയണം. കുട്ടികൾക്ക് മാത്രം കയറിയിരുന്ന് കളിക്കാനും വായിക്കാനും പറ്റിയ ഒരു കുട്ടിപ്പുരയാണ് ഈ വായനാലയം. നമുക്ക് ഇതിന് ഒരു നല്ല പേര് നൽകാം. വായനാ ക്ലബ് എന്നോ, റീഡേഴ്സ് സമ്മർ ഹൗസ് എന്നോ, വേൾഡ് ഹൗസ് എന്നോ, അങ്ങനെ എന്തും നല്ല രസമുള്ള പേര്. അയൽക്കാരെയും കൂട്ടുകാരെയും സംഘടിപ്പിച്ച് ദിവസവും 1-2 മണിക്കൂർ ഈ കുട്ടിപ്പുരയിൽ വായന സജീവമാക്കിയാലോ എങ്ങനെയുണ്ടാകും? ചെറുപ്പകാലം തൊട്ടേ നാം ശീലമാക്കേണ്ട ഏറ്റവും മികച്ച നൈപുണ്യങ്ങളിൽ ഒന്നാണ് വായന. വായിക്കൂ, വായിക്കണം, വായിച്ചാൽ എന്ന നിരന്തരമായ നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രം കുട്ടികളിൽ വായനാശീലവും ശേഷിയും ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതുന്നത് മൗദ്രിഡമാണ്. ഏത് വിഷയം പഠിക്കുന്നവർക്കും ഏത് തൊഴിൽ സേവന മേഖലകളിൽ ഏർപ്പെടുന്നവർക്കും വായന നൽകുന്ന കരുത്തും വിലയും നിലയും ചെറുതല്ല. ശരീരത്തിന് ആഹാരം പോലെ പ്രധാനമാണ് മനസ്സിന് വായന. പക്ഷെ കേവല വാതകങ്ങൾക്ക് തലച്ചോർ പണയപ്പെടുത്തി പഠനകാലം വല്ല വിധേനയും കഴിച്ചുകൂട്ടി തട്ടിമൂട്ടി ബിരുദവും സാക്ഷ്യപത്രവും നേടി തൊഴിലായ്മയും തൊഴിലിന് കഴിവില്ലായ്മയും പഴിച്ച കാലം കഴിച്ചു കൂട്ടുകയാണ് നമ്മുടെ കുട്ടികളിൽ പലരും. ഈ പ്രശ്നത്തിന് പരിഹാരം വായനയാണെന്നാണ് അറിയാത്തവരല്ല നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും. വായനാശീലം മികച്ച ഒരു മാനസിക ശേഷി കൂടിയുമാണ്. അത് വളർത്തിയെടുക്കാനുള്ള ശാസ്ത്രീയ വഴികളാണ് താഴെ നമ്മൾ പറയാൻ പോകുന്നത്. 1. വായനാശീലം വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. മികച്ച വായനാ അന്തരീക്ഷം വീട്ടിലും വിദ്യാലയത്തിലും സൃഷ്ടിക്കേണ്ടതുണ്ട്. 2. മാതാപിതാക്കളാണ് കുട്ടികളുടെ വായനാ താല്പര്യത്തെ തൊട്ടുണർത്തേണ്ടത്. രക്ഷിതാക്കൾ ബുക്ക് വായിക്കാതെ കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. 3. വായന ശീലമാക്കാൻ അക്ഷരം പഠിക്കുന്നത് വളരെ കാത്തിരിക്കേണ്ടതില്ല. ചിത്രങ്ങളും വരകളുമുള്ള ഇമേജസ് ആൻഡ് ഫോട്ടോസ് ആൻഡ് ഇലിസ്ട്രേഷൻ്റെ പുസ്തകങ്ങൾ വാങ്ങി നൽകുക. യാഥാർത്ഥ ബോധം വളർത്താനും ഭാവന ഉണർത്താനും നിറം പകരാനുമൊക്കെ ഇത്തരം പുസ്തകങ്ങൾ ഉപകരിക്കുന്നതാണ്. 4. ആദ്യ കാലങ്ങളിൽ വാങ്ങി നൽകുന്ന പുസ്തകങ്ങൾ അക്ഷരങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കൂടുതൽ ഉള്ളതാകാൻ ശ്രദ്ധിക്കണം. 5. ചിത്രവായന എന്ന ശേഷി വളർത്തിയെടുക്കാൻ കഴിയണം. ചിത്രങ്ങൾ തിരിച്ചറിയുക, ചിത്രത്തിൽ കാണുന്ന വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുക, അവയിൽ നിന്ന് ഒരു സന്ദർഭമോ ഒരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ കഥയോ കണ്ടെത്താനാവുക എന്നിവ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വളർച്ചയ്ക്ക് കാരണമാകുന്നു. 6. യാത്രകളിലും മറ്റും കാണാൻ സാധ്യതയുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും നെയിം ബോർഡുകളും അടയാള ചിഹ്നങ്ങളും ചിത്രങ്ങളുമൊക്കെ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. അതുപോലെ വായനാശീലമാകുന്ന കുട്ടി അന്വേഷണ കൗതുകവും വിജ്ഞാനദാഹവുമുള്ള കുട്ടിയായിരിക്കും. ഈ അവസ്ഥ ഉദ്ദീപിക്കാൻ ശ്രമിക്കുക. 7. കുട്ടികൾ അടുത്തുണ്ടാകുമ്പോൾ ആകർഷകവും സ്ഫുടവുമായ രീതിയിൽ സംസാരിക്കുക. 8. കുട്ടികൾ കേൾക്കുന്ന രീതിയിൽ സാഹചര്യം നോക്കി അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പത്രങ്ങൾ, മാസികകൾ, നോട്ടീസുകൾ, പുസ്തകങ്ങൾ എന്നിവ ഉറക്കെ ആകർഷകമായ രീതിയിൽ വായിക്കുക. 9. വീരന്മാരുടെയും പുണ്യവാളന്മാരുടെയും ഒക്കെ ഗുണപാഠമുള്ള കഥകൾ കുട്ടികൾക്ക് ഉറക്കെ വായിച്ചു കൊടുക്കുക. 10. കുട്ടികൾ വായിച്ചു തുടങ്ങുന്ന കാലത്ത് കൂടെ ഇരുന്ന് അക്ഷരോച്ചരണവും വായനാശൈലിയും കൂടുതൽ നന്നാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുക. 11. ടെലിവിഷൻ, സോഷ്യൽ മീഡിയ ചാനലുകളിലേക്കാൾ റേഡിയോ പരിപാടികളിലേക്ക് കുട്ടികളുടെ താല്പര്യം തിരിച്ചുവിടാൻ ശ്രമിക്കുക. 12. വായിക്കാത്തതിന് വഴക്ക് പറയുകയോ വായിക്കുന്ന മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുകയോ വായനയിൽ വരുന്ന പിഴവുകളിൽ പരിഹസിക്കുകയോ വായനയിൽ കുട്ടി മനസ്സിലാക്കിയ ആശയങ്ങളെ ഖണ്ഡിച്ച് നിസ്സാരമാക്കുകയോ ചെയ്യരുത്. സന്ദർഭോചിതം ശരി തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക. 13. കാശ് ലാഭിക്കാമെന്ന് കരുതി ഒട്ടും ആകർഷമല്ലാത്ത കടലാസോ അച്ചടിയുള്ള പുസ്തകങ്ങളോ വാങ്ങി നൽകാതിരിക്കുക.